നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെ? സാമ്പത്തികമായോ മറ്റോ ഉള്ള ചില നഷ്ടങ്ങളാണെങ്കിൽ നമുക്ക് നമ്മുടെ പരിശ്രമത്തിലൂടെ, അധ്വാനത്തിലൂടെ ചിലപ്പോ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എന്നാൽ ചില നഷ്ടങ്ങൾ നമുക്കതിന്റെ ആഴം അളക്കാനോ ഒരിക്കലും നമുക്കത് നേടിയെടുക്കാനോ കഴിയാത്തതായിരിക്കും. അങ്ങനെയുള്ള ചില നഷ്ടങ്ങളാണ് ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതായത് 3 മരണങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞ വർഷം 2024 ഒക്ടോബർ 17 ഞങ്ങളുടെ വല്യുമ്മ, അതായത് ഉമ്മാന്റെ ഉമ്മ ഖദീജ എന്നവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹു തആല അവിടുത്തെ ഖബർ ജീവിതം സ്വർഗമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഉമ്മാമ്മയുടെ മരണം കൊണ്ടുള്ള സങ്കടത്തിൽ നിന്ന് ഞങ്ങൾ പതുക്കെ കരകയറി വരുമ്പോ അതിനേക്കാളും വലിയൊരു ദുരന്തം ഞങ്ങളെ തേടിയെത്തുകയാണ്. അതായത് 7-8 മാസങ്ങൾക്ക് ശേഷം ഈ വർഷം 2025 ജൂലൈ 1-ാം തീയതി ഞങ്ങളുടെ ഉമ്മയുടെ വാപ്പ കൂടെ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു. സയ്യിദ് MS ആറ്റക്കോയ തങ്ങൾ ആദൂർ. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരോടൊപ്പം നമ്മെ എല്ലാവരെയും അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഉപ്പാപ്പയുടെ വിയോഗം എന്നുള്ളത് ഞങ്ങളുടെ കുടുംബങ്ങളെ മാത്രമല്ല, ഞങ്ങളുടെ നാടിനെ മൊത്തം കണ്ണീരാറ്റിയ ദിവസമായിരുന്നു. കാരണം ഒരു അഭയ കേന്ദ്രമായിരുന്നു ഉപ്പാപ്പയുടെ വീട്. രോഗശമനത്തിനുള്ള, പ്രശ്നപരിഹാരത്തിനുള്ള ഒരു അഭയ കേന്ദ്രമായിരുന്നു. അങ്ങനെ ഉപ്പാപ്പയുടെ വഫാത്തും കൂടെ കഴിഞ്ഞിട്ട് വെറും 2 മാസം ഇപ്പുറം ഞങ്ങളുടെ വല്യുമ്മ, അതായത് ഞങ്ങളുടെ വന്യ പിതാവ് സയ്യിദ് KPS തങ്ങളുടെ ഉമ്മ സയ്യിദത്ത് നഫീസ ബീവി എന്നവർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. അല്ലാഹു തആല അവിടുത്തെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് ഞങ്ങൾക്കൊരിക്കലും നികത്താൻ പറ്റാത്തതായിരുന്നു. ഉമ്മാമയെക്കുറിച്ചും ഉപ്പാപ്പയെക്കുറിച്ചൊന്നും ഈ ഷോർട്സിലൂടെ പറഞ്ഞാൽ മതിയാവുകയില്ല. അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. എല്ലാവരും ഒന്ന് പോയി കാണുക. അവരുടെ പേരിൽ ഫാത്തിഹയോ അല്ലെങ്കിൽ ദിക്റോ സ്വലാത്തോ എന്തെങ്കിലും ചൊല്ലി കഴിയുന്നവർ ഹദിയ ചെയ്യുക. അല്ലാഹു തആല അവരെ ഒപ്പം നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.